ഓപ്പണിംഗ് സീനിൽ നറൂട്ടോയും ബൊറൂട്ടോയും കവാക്കിയും അവരെല്ലാവരും ഇപ്പോൾ ഉള്ളത് കട്ടാസ്കയുടെ ലാബിലാണ്. കട്ടാസ്കി ആണെങ്കിൽ ഇപ്പൊ കവാക്കിയെ കാര്യമായിട്ട് ചെക്ക് ചെയ്യും. അതിനുശേഷം നറൂട്ടോട് പറയും, ഇവനും പ്രോസ്തെറ്റിക് ആം മാത്രമേ എനിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനാവൂ, പക്ഷേ അതിനെനിക്ക് കുറച്ചധികം സമയം ആവശ്യമാണ്. ചക്ര പവർ ഉണ്ടെങ്കിൽ പ്രോസ്തെറ്റിക് ആം അത് കറക്റ്റ് ആയിട്ട് ഇവന്റെ ബോഡിയിൽ വർക്ക് ചെയ്യൂ. നറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് അല്പസമയം ആലോചിക്കും. ആ വില്ലത്തി പെണ്ണ് പറഞ്ഞത് ഇവന്റെ ബോഡി പാർട്സിനെല്ലാം തന്നെ റീജനറേറ്റ് ആവാനുള്ള പവർ ഉണ്ടെന്നാണല്ലോ. അതിന് കട്ടാസ്കി ആണെങ്കിൽ കൈ പോയിന്റ് ചെയ്ത് പറയും, ആക്ച്വലി റീജനറേഷൻ അത് വർക്ക് ചെയ്യാൻ പാടില്ലാത്ത വിധത്തിലാണ് അവള് പ്രത്യേക പവർ ഉപയോഗിച്ച് ഇവനെ അറ്റാക്ക് ചെയ്തത്. സോ നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. നറൂട്ടോ ആണെങ്കിൽ അല്പസമയം ആലോചിക്കും. ശേഷം നറൂട്ടോയ്ക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്ത ആ പ്രോസ്തെറ്റിക് ആം അത് അവിടേക്ക് കൊണ്ടുവരാൻ പറയുകയാണ്. കട്ടാസ്കി ആണെങ്കിൽ നറൂട്ടോ പറഞ്ഞതുപോലെ ആ കൈ അവിടേക്ക് കൊണ്ടുവരും. നറൂട്ടോ, നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? ഈ കൈ അതൊരിക്കലും അവന് മാച്ച് ആവില്ല. നിങ്ങളുടെ പവറിനെ കണക്ട് ചെയ്തിട്ടാണ് ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. അത് കേൾക്കേണ്ട താമസം നറൂട്ടോ ചിരിച്ച് ഇപ്പൊ ആ ഒരു ആം അവന്റെ കയ്യിൽ കണക്ട് ചെയ്ത് അവന്റെ ചക്ര പവർ കവാക്കിയുടെ ബോഡിയിലേക്കും കൈയിലേക്കും ഒക്കെ അപ്ലൈ ചെയ്യാണ്. അത് അപ്ലൈ ചെയ്യേണ്ട താമസം ആ ഒരു കൈ അത് നോർമൽ ആമായി അവന്റെ കയ്യിൽ വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ കാഴ്ച കണ്ട് കട്ടാസ്കിക്കും ബൊറൂട്ടോയ്ക്കും എന്തിന് കവാക്കിക്കും അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷവും അത്ഭുതവും. നറൂട്ടോ ആണെങ്കിൽ കവാക്കിയോട് പറയും, ഈ കൈ നിനക്ക് നോർമൽ കൈ പോലെ തന്നെ ഉപയോഗിക്കാനായിട്ട് കഴിയും, പക്ഷെ ചെറിയൊരു ഡ്രോബാക്ക് അത് മറ്റൊന്നുമല്ല. ചക്ര പവറാണ് ഫുൾ ടൈം ഈ കയ്യിൽ വർക്ക് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഞാൻ ഉറങ്ങുന്ന സമയത്ത് മാത്രം ആ കൈ വർക്ക് ചെയ്യില്ല, അല്ലാതെ മറ്റൊരു കുഴപ്പവും അതിനില്ല എന്ന് പറയും. കട്ടാസ്കി ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ അവന്റെ പുതിയ കൈ നോക്കുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അവന്റെ പുതിയ ആമൊക്കെ കാണുമ്പോൾ കുറച്ച് അസൂയം തോന്നും. ഇവിടെ കവാക്കി നറൂട്ടോട് ചോദിക്കും, നിങ്ങളെപ്പോലെ ഈ ചക്ര പവർ അതെന്റെ ബോഡിയിലുണ്ടോ? അതിന് നറൂട്ടോ പറയും, തീർച്ചയായിട്ടും ആ പവർ നിന്റെ ബോഡിയിലും ഉണ്ട്. കട്ട് ചെയ്ത ബോറോ അവനാണെങ്കിൽ ലാബിൽ വന്ന് ഡോക്ടറിന്റെ മെയിൻ്റനൻസ് വർക്കിൽ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്. ഡോക്ടർ ആണെങ്കിൽ അവനെ മുഴുവനായിട്ടും ചെക്ക് ചെയ്ത് ഓക്കെ കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് പറഞ്ഞ് വളരെ വേഗത്തിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അടുത്ത നിമിഷം ഡെൽറ്റയുടെ ഡ്രോണ് അതങ്ങനെ ഫ്ലൈ ചെയ്ത് ഡോക്ടറിന്റെ ലാബിൽ വന്ന് ഒരു പ്രത്യേക ഡിവൈസിൽ ഇരിക്കും. ഡോക്ടർ ആണെങ്കിൽ ആ ഒരു ഡ്രോണ് അത് വികസിപ്പിച്ച് ഇപ്പൊ അവളെ തന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്. അവൾ ദേഷ്യപ്പെട്ട് പറയും, ലീഫ് വില്ലേജിലെ നറൂട്ടോ ഉസുമാക്കി അവൻ എന്നെ തന്നെ നശിപ്പിച്ചു കളഞ്ഞു. ഒരു കാരണവശാലും ഞാൻ അവനെ വെറുതെ വിടില്ല. എന്നിട്ടും ഞാൻ തോറ്റു മടങ്ങില്ല. എനിക്ക് ആ നറൂട്ടോയെ എന്റെ കൈകൊണ്ട് തന്നെ കൊല്ലണമെന്ന് പറഞ്ഞ് അവൾ അങ്ങനെ നടന്നു പോവും. അത് കണ്ട് ഓരോ ആണെങ്കിൽ അവളെ കളിയാക്കും. എന്തുപറ്റി, നീ തോറ്റു തൊപ്പിയിട്ട് തിരികെ വന്നോ? വീണ്ടും തോൽക്കാനായിട്ടാണോ നീ പോണേ? അതിൽ കലിയളകിയ ഡെൽറ്റ പെണ്ണ് അവളങ്ങനെ ചാടി വന്ന് അവനെ ചവിട്ടാൻ ശ്രമിക്കും. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഡെൽറ്റ പെണ്ണും കോഡും ബോറോയും അവർ 3 പേരും കാര്യങ്ങൾ സംസാരിക്കുകയാണ്. ഡെൽറ്റ പറയും, ആക്ച്വലി ഞാൻ തോൽക്കാൻ കാരണം ആ കവാക്കിയാണ്. നറൂട്ടോയെ ഞാൻ നശിപ്പിക്കാനായിട്ട് അടുത്തെത്തിയതാണ്, പക്ഷേ കവാക്കി അവനെന്റെ അറ്റാക്കിനെ തടഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ തോറ്റുപോയത്. അടുത്ത നിമിഷം ജീഗനാണെങ്കിൽ അവിടേക്ക് കടന്നു വരും. അവനാണെങ്കിൽ ദേഷ്യപ്പെട്ട് ഇപ്പൊ ഡെൽറ്റയോട് പറയും, നിന്നോട് ആര് പറഞ്ഞു എടുത്തു ചാടി അവരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ? ഞാൻ ഓൾറെഡി കോജി കാഷിയാണ് ആ ഒരു മിഷൻ ഏൽപ്പിച്ചത്. കോജി കാഷി അവനവിടെ. അതിനവള് പറയും, ആക്ച്വലി അവനാണ് ആദ്യം ലീഫ് വില്ലേജിലേക്ക് പോയത്. ഞാൻ ഒരുപാട് ടൈം അവന് വേണ്ടി വെയിറ്റ് ചെയ്തു, പക്ഷെ അവനെ കണ്ടില്ല. അങ്ങനെ ക്ഷമ നശിച്ചാണ് ഞാൻ അകത്തേക്ക് പോയി അവരുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് ഇട്ടത്. കോജി കാഷി അവൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. കൂടുതൽ ഇന്റൽസ് അവൻ കളക്ട് ചെയ്യാണ്. അവൻ ഇന്റൽ കളക്ട് ചെയ്യുന്നത് അത് മറ്റാരുടെയോ അല്ല, നറൂട്ടോയുടെ മകൻ ബൊറൂട്ടോയെ കുറിച്ചാണ്. കാരണം കവാക്കിക്കുള്ള അതേ കർമ്മ പവർ ആ ബൊറൂട്ടോയുടെ ബോഡിയിലും ഉണ്ട്. അത് കേട്ട് ജീഗനടക്കം അവിടെയുള്ള എല്ലാവരും ഞെട്ടും. അവളാണെങ്കിൽ വീണ്ടും പറയും, ബൊറൂട്ടോയും കവാക്കിയും അവർ രണ്ടുപേരുടെയും കർമ്മ പവർ അത് കമ്പൈൻ ചെയ്ത് ഫൈറ്റ് ചെയ്യുന്നതും ട്രെയിനിങ് എടുക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു. ജീഗനാണെങ്കിൽ ഇത് കേട്ട് സർപ്രൈസ് ആയിട്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു ന്യൂസ് അതെനിക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഹൊക്കാഗയുടെ ആക്ഷൻ കാണിക്കും. നറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ ഷിക്കമരുവിനോടും സായിയോടും കവാക്കിയെ കുറിച്ച് പറയും. ആക്ച്വലി ആ കാറ കവാക്കിയെ ഒരു വെസലായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവനെ കൊണ്ട് എന്ത് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നതെന്ന് കണ്ടെത്തിയേ പറ്റൂ. ഷിക്കമരു ആണെങ്കിൽ കൊനഹമാരുവിനോട് പറയും, നീയും ഇനി മുതൽ കവാക്കിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണം. മാത്രമല്ല വില്ലേജിലും നിന്റെ ഒരു കണ്ണുണ്ടാവണം. എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ ആക്ഷൻ എടുക്കണം. ഇവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ കവാക്കിയും നറൂട്ടോയും ബൊറൂട്ടോയും എല്ലാവരും വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കവാക്കി ആണെങ്കിൽ ഇപ്പോഴും കണ്ണുമ ചിമ്മാതെ അവന്റെ കയ്യിലേക്ക് തന്നെ നോക്കും. അതിനുശേഷം നറൂട്ടോട് ചോദിക്കും, സത്യത്തിൽ എന്തിനാണ് നിങ്ങൾ എനിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത്? എന്നോട് ഇത്രയും സ്നേഹവും സഹായമൊക്കെ ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് സത്യത്തിൽ ആരാണ്? അതിന് നറൂട്ടോ ചിരിക്കും.
നീയാണ് എൻ്റെ ഹിമാവരിയുടെയും ജീവൻ അത് രക്ഷിച്ചത്. സോ നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞ വളരെ ചെറിയൊരു കാര്യം മാത്രമേ ഞാനിപ്പോൾ നിനക്ക് ചെയ്തിട്ടുള്ളൂ. ഉടനെ കവാക്കി ആണെങ്കിൽ നറൂട്ടോട് ചോദിക്കും, അങ്ങേക്ക് വിരോധമില്ലെങ്കിൽ നാളെ മുതൽ എനിക്കും ട്രെയിനിങ് തരാമോ? നിഞ്ചിപ്സും ഗെഞ്ചിപ്സും ഒക്കെ എനിക്കും ട്രെയിനിങ് എടുക്കണം. എൻ്റെ ഉള്ളിൽ ചക്ര പവർ അതെനിക്ക് പുറത്തേക്ക് കൊണ്ടുവരണം. നറൂട്ടോയ്ക്ക് ആണെങ്കിൽ അത് കേട്ട് ഭയങ്കര ഹാപ്പി. തീർച്ചയായിട്ടും നിനക്ക് നാളെ മുതൽ ഞാൻ ട്രെയിനിങ് തരും. ബൊറൂട്ടോ ആണെങ്കിൽ ഒരല്പം പുച്ഛത്തോടു കൂടെ കവാക്കിയെ നോക്കും. നീ എത്രയൊക്കെ ട്രെയിനിങ് എടുത്തിട്ടും കാര്യമില്ല, എന്നെ തോൽപ്പിക്കാൻ നിനക്കാവില്ല എന്ന് പറയും. നെക്സ്റ്റ് ഡേ കവാക്കി അവനാണെങ്കിൽ നല്ല രീതിയിൽ അങ്ങനെ ട്രെയിനിങ് എടുക്കുകയാണ്. അപ്പോൾ ലോങ് ഷോട്ടിലായി മീറ്റ്സുകെ സാറുടെയും അത് നോക്കി നിൽക്കും. നറൂട്ടോ ആണെങ്കിൽ എനിക്ക് വാണിംഗ് കൊടുക്കും, കവാക്കി ഒരു കാരണവശാലും നീ നിന്റെ സയന്റിഫിക് നിഞ്ച ടൂൾ ടെക്നിക്ക് അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. അങ്ങനെ അവനാണെങ്കിൽ പതിയെ പതിയെ അവന്റെ ചക്ര പവർ അതുപയോഗിച്ച് ട്രെയിൻ ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. കട്ട് ചെയ്ത അല്പസമയം കഴിഞ്ഞ് അവർ ഷുരീങ്കൻ പ്രാക്ടീസ് തുടങ്ങും. ബൊറൂട്ടോ ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് എയിമിൽ തന്നെ ഷുരീങ്കൻ അട്ടിച്ചു കൊള്ളിക്കും. പക്ഷേ കവാക്കിയുടെ ഷുരീങ്കൻ ഏതു ഭാഗത്തേക്ക് പോകുന്നു എന്നറിയാതെ എല്ലാവരും കൺഫ്യൂസ്ഡ് ആയി ചുറ്റും നോക്കുകയാണ്. കവാക്കിക്കാണെങ്കിൽ ക്ഷമ നശിക്കും. അവനാണെങ്കിൽ അവന്റെ ടൂൾ പവർ ഉപയോഗിച്ച് അവിടെ ഉണ്ടായിരുന്ന ടാർഗറ്റിൽ കറക്റ്റായിട്ട് അടിച്ചത് കറക്റ്റായിട്ട് ആ ഷുരീങ്കൻ വെച്ച് ആഞ്ഞടിക്കുകയാണ്. അതുകൊണ്ട് ബൊറൂട്ടോ ആണെങ്കിൽ ടെൻസ്ഡ് ആവും. ഓ നോ, എന്നോട് എത്ര തവണ പറഞ്ഞു നിന്റെ സയന്റിഫിക് നിഞ്ച ടൂൾ പവർ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. അതിൽ നറൂട്ടോ ആണെങ്കിൽ സമാധാനമായിട്ട് അവന് പറഞ്ഞു കൊടുക്കും, നിനക്ക് നിന്റെ ചക്ര പവർ അത് എൻഹാൻസ് ചെയ്യണമെങ്കിൽ നീ നിന്റെ സയന്റിഫിക് നിഞ്ച ടൂൾസിന്റെ പവർ അത് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഇപ്പൊ നീ ഉപയോഗിക്കേണ്ടത് നിന്റെ ചക്ര പവർ മാത്രമാണ്. ഒട്ടും എളുപ്പമല്ല, കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ നീ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ട്രെയിനിങ് എടുക്കുകയാണെങ്കിൽ നിന്നെ കൊണ്ട് കഴിയും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത സാറുടെയും സാസുകയും കാണിക്കും. അവർ രണ്ടുപേരും ചിത്തോരി ട്രെയിനിങ് എടുക്കാനായിട്ട് ഒരു വാട്ടർഫോൾസിനടുത്തേക്ക് വന്നിരിക്കുകയാണ്. സാസുകയാണെങ്കിൽ അവളോട് പറയും, നീ കരുതും പോലെ ചിത്തോരി പവർ അത് അത്ര എളുപ്പമല്ല എന്ന് പറഞ്ഞ് അവൻ ചിത്തോരി കയ്യിലെടുക്കും. ബേർഡ്സ് പവർ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ് ആ ഒരു വാട്ടർഫോൾസിൽ ഞെട്ടിച്ച് ആണെങ്കിൽ അത്രയും ഫോഴ്സിൽ ഒഴുകുന്ന വാട്ടർഫോൾസിനെ തന്നെ ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്. സാറുടെ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് അമ്പരക്കും. അതിന് സാസുക പറയും, കാക്കാഷി മാസ്റ്ററാണ് ഇതെനിക്ക് പറഞ്ഞു തന്നത്. ഇപ്പൊ ഈ ഒരു പവർ അത് ഞാൻ നിനക്കും പറഞ്ഞു തരാൻ പോവാണെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബോറോയും ഡോക്ടറും കോണും അവർ രണ്ടുപേരും ഇപ്പൊ ബോറോയെ ചെക്ക് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്യാണ്. നമ്മൾ കരുതിയതുപോലെ ബോറോയുടെ ബോഡിയിലും അൺയൂഷ്വലായിട്ട് ഒന്നുമില്ല. അടുത്ത നിമിഷം ബോറോ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ടെൻസ്ഡായി ഇപ്പൊ അവരോട് ദേഷ്യപ്പെടും. അതേസമയം ഇവിടെ നറൂട്ടോ ആണെങ്കിൽ കവാകിക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് സാരഡ അവള് പവർ എടുത്ത് ചിത്തോരി പവർ അത് സ്വായക്തമാക്കാനായിട്ട് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവന് ഒരു മെസ്സേജ് വരിക. സുഖ മെസ്സേജ് വായിച്ച് ഇപ്പൊ സാരഡയോട് പറയും, ഐ എം സോറി, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു മിഷൻ വന്നിരിക്കുകയാണ്, എത്രയും വേഗം എനിക്ക് പോകണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ബൊറൂട്ടോൺ ടീം അവനാണെങ്കിൽ ഇപ്പൊ കവാക്കിയുമായി എക്സ്കാർട്ട് ഷോപ്പിലേക്ക് വരികയാണ്. അവൻ ആ കാർഡ്സുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്ത് അവരിപ്പോ കാർഡ്സ് വാങ്ങാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും സാരഡ അവൾ ഒരുപാട് സങ്കടത്തിൽ അവിടേക്ക് വരിക. കവാക്കി ആണെങ്കിൽ ഒരു കാർഡ് എടുക്കും. അതില് ഫോർത്ത് ഓക്കാകെ മിനട്ടോടെ ഫോട്ടോ കാണുകയാണ്. അവനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സങ്കടം. കാരണം ഇതുവരെ അവന് മിനട്ടോടെ കാർഡ് കിട്ടിയിട്ടില്ല. നറൂട്ടോ ആണെങ്കിൽ അവനെടുത്ത കാർഡ് ചെക്ക് ചെയ്യും. അതിൽ എപ്പോഴത്തേതും പോലെ അവന്റെ പപ്പ നറൂട്ടോയുടെ ഫോട്ടോ ആയിരിക്കും. അത് കണ്ട് കവാക്കി അവന്റെ കാർഡ് ബൊറൂട്ടോയ്ക്ക് കൊടുക്കുകയാണ്. എനിക്ക് വേണ്ടത് നിന്റെ പപ്പ ഹൊക്കാഗയുടെ കാർഡാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ഭയങ്കര സന്തോഷം. അവൻ ആഹ്ലാദത്തിൽ അങ്ങനെ തുള്ളിച്ചാടും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത കവാക്കി അവനിപ്പോ വീട്ടിലേക്ക് വന്ന് അവൻ റിപ്പയർ ചെയ്തെടുത്ത ആ ഒരു വേസിൽ വെള്ളം ഒഴിക്കും. പക്ഷേ എന്താ, അതിന്റെ ഒരു ഭാഗത്തൂടെ വെള്ളം പുറത്തേക്ക് പോവാണ്. ഏതോ ഒരു പീസ് അത് മിസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അടുത്ത നിമിഷം നയൻ ടെയിൽ ഫോക്സ് അതിപ്പോ കവാക്കിയുടെ അടുത്തേക്ക് വരും. കവാക്കിയാണെങ്കിൽ അതിനെ കണ്ട് അല്പം ഒന്ന് ടെൻഷനാവും. അതാണെങ്കിൽ കവാക്കിയോട് പറയും, ഒരു കാരണവശാലും നറൂട്ടോയുടെ പെർമിഷൻ ഇല്ലാതെ നീ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. അത് കേട്ട് കവാക്കി ഞെട്ടുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.